ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ അതിരടി. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെയും ടൊവിനോയുടെയും വിനീത് ശ്രീനിവാസൻ്റെയും അതിരടി എന്ന സിനിമ നമ്മൾ ഇന്നലെ പോയി കണ്ടു. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ജസ്റ്റ് ആവറേജ്. കാരണം പടത്തിൽ കോമഡി ഉണ്ട്, പക്ഷേ കുറേ ചളി കോമഡീസാണ്. ബേസിൽ ജോസഫിന് ഇഷ്ടമുള്ളവർക്ക് അവൻ കാണിക്കുന്ന കോമഡിയൊക്കെ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട് സിനിമ കണ്ടങ്ങിരിക്കാം. ബേസിലിൻ്റെ കുറച്ച് കോമഡിയൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം ആസ് എ ഹോൾ എടുത്ത് നോക്കുമ്പോൾ എനിക്കത്ര എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയൊരു വലിയ സെറ്റപ്പിൽ എന്താ പറയുക, നമ്മുടെ തിയേറ്റർ മൊത്തം പൊട്ടിച്ചിരിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിൽ എനിക്ക് ആ പടത്തിന് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ആൻ ആവറേജ് എന്നാണ് എനിക്കതിന് പടത്തിനെ പറയാനുള്ളൂ. അത് എൻ്റെ മാത്രം കാഴ്ചയുടെ കുഴപ്പമാണ് കേട്ടോ. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം എൻ്റെ കൂടെ വന്ന് എൻ്റെ അമ്മയ്ക്കാണേലും എൻ്റെ വൈഫിനാണേലും എൻ്റെ കൊച്ചിനാണേലും പടം ഒരുവിധം ഇഷ്ടപ്പെട്ടു. പടം മോശമല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. പടം മോശമല്ല. എൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പടം ആവറേജ്. കാരണം ബേസിൽ ജോസഫിൻ്റെ സാധാരണ കോമഡീസിൻ്റെ അടുത്തെങ്ങും ഈ കോമഡീസ് എത്തിയില്ല. എനിക്കങ്ങനെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ബേസിൽ ജോസഫിൻ്റെ ജയ 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 ഹേ എന്ന് പറഞ്ഞ പടമൊക്കെ കണ്ടപ്പോൾ, ജാനേമനൊക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ നിന്ന് തലകുത്തി കിടന്ന് ചിരിച്ച് മറിഞ്ഞ് തിയേറ്റർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടം കണ്ടപ്പം അവിടെ ഇവിടെ ഓരോ മൂലയ്ക്ക് നിന്ന് ബേസിലിന് ഇഷ്ടമുള്ളവർ ബേസിലിൻ്റെ ഓരോരോ കോമഡി വരുമ്പോൾ ചിരിക്കുന്നു എന്നല്ലാണ്ട് പടം അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനും കുറച്ചൊക്കെ ചിരിച്ചോളൂ, വലിയ കാര്യമായിട്ട് ചിരിച്ചില്ല. എൻ്റെ വൈഫ് സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടപ്പം അത് കണ്ടിട്ട് എനിക്കൊരു ചിരി വന്നു എന്നല്ലാണ്ട് എനിക്കും വലിയ ചിരിയൊന്നും വന്നില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. ഈ അഭിപ്രായം വെച്ച് നിങ്ങൾ പടത്തിനെ ജഡ്ജ് ചെയ്യണ്ട. നിങ്ങൾ പോയി കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. ബൈ.